Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Okay. പകൽ പോലെ തന്നെയാണല്ലേ, കുറച്ച് പേരല്ലോ. അതിൽ പിന്നെ 12 13 വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. പ്രെയർ ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? ശാലിനിയാണ് റെഡി. Okay, ma'am. Heavenly Father, as I enter the classroom, I ask for your help to concentrate, clear my mind of distractions, and help me to absorb the knowledge being shared. Amen. ഓക്കെ, ഫ്രാങ്കിന് Good evening, teacher. Yes, please. Good evening. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ക്ലാസ് എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം 2 ഹോസ്പിറ്റൽ എമർജൻസീസ് വന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ആരുടെ ക്ലാസ് ആയിരുന്നു? ടീച്ചറെ സുഖമായിട്ടിരിക്കുന്നോ? സുഖം. സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കൊറേ നാളുകൂടിയായിട്ടാ ഇന്ന് കേറിയേ. ആടോ? ഓക്കെ, എന്ത് പറ്റി കുറെ നാളില്ലാതെ? അതെ എനിക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ജോലിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് അവിടെ നിർത്തിയതാ. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് പറ്റത്തില്ല കേറാൻ. അപ്പൊ ഇന്ന് വൈകിട്ട് വെച്ചോണ്ടാ കയറി. നിങ്ങൾക്ക് ആരുടെ ക്ലാസ് ആയിരുന്നു ശരിക്കും? എന്താ ടീച്ചറെ? ആരുടെ ക്ലാസ് ആയിരുന്നു? അശ്വതി മിസ്സിന്റെ ആയിരുന്നു. മിസ്സിന് മൈൽഡ്രോസ് മിസ് ലീവായിരുന്നു. മൈൽഡ്രോസ് എന്നൊരു മിസ് ഉണ്ട്, മിസ്സിന്റെ മദർ ഇൻ ലോ മരിച്ചുപോയി. അപ്പൊ ആ ക്ലാസ് എടുക്കേണ്ട വന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ് ക്യാൻസൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നൈറ്റിലേക്ക് മാറ്റി ഞാൻ എടുക്കാന്ന് പറഞ്ഞത്. വേറെ ടീച്ചേഴ്സിന് ഈവനിങ് സെഷൻ എടുക്കാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് വന്നതാ. ഓക്കെ, എനിവേ ദാറ്റ്സ് ഗുഡ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്കിന്നൊരു മെസ്സേജ് വന്നിരുന്നു, അപ്പാരറ്റ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് വീഡിയോകൾ ലഭ്യമാവുന്ന QR കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ റെക്കോർഡ് വില 140, പോസ്റ്റൽ ചാർജ് 5 റെക്കോർഡിന്റെ വില 700 എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ സംഭവം? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് വിട്ടു. നാളെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കിട്ടിയില്ലേ രാവിലെ 10:30? കിട്ടി. ഓക്കെ, അത് 11th ബാച്ചുമായിട്ട് കമ്പൈൻഡ് ആയിരിക്കും. 11th ബാച്ചിന്റെ നേരിട്ട് വന്നുള്ള ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ശരിക്കും നേരിട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനിൽ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒരു ക്ലാസ്, ഒരു 1.5 മണിക്കൂർ എടുത്ത് കൊടുത്തപ്പോൾ മാത്തമാറ്റിക്കൽ ഏരിയ മാത്രമാണ് എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി അവർക്ക് എടുക്കാത്ത പോർഷൻസ് നാളെ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ അതിൽ ജോയിൻ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് വീണ്ടും ഒരു സെഷൻ വെച്ച് മാത്തമാറ്റിക്കൽ ഏരിയ നിങ്ങൾക്ക് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ 2 പേര് 10:30 ഞാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ 11:30, ചിലപ്പോൾ 12 വരെ ക്ലാസ് എടുക്കുമായിരിക്കും. 12:30 എനിക്ക് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ 1:30 ക്ലാസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡെമോ ക്ലാസ് കാണുക. നേരിട്ട് എന്നാ വെച്ചിരിക്കണത്? 29th അല്ലേ? 29th. ഓക്കെ, അതിന് നിങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാത്തിന്റെ ഡെമോ ഒന്ന് ഓൺലൈനായിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്, സമയം കൂടെ നോക്കിയിട്ട്. ഓക്കെ, ഇനി മിനു ചോദിച്ചാൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റാത്തവര് ഓൺലൈൻ ക്ലാസ് കാണണം. ശരി. ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ടാവുമല്ലോ, നിങ്ങൾ സമയം എടുത്ത് കണ്ടാൽ മതി. പിന്നെ വരുന്നവര്, കാരണം ഞാൻ ഇപ്പൊ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമായിട്ട് നിന്ന് കാണിച്ചു തരുമായിരിക്കുമല്ലോ. ക്ലാസ്സിന് നേരിട്ട് വരുന്നവര് അവര് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇന്നർ ചൈൽഡ് ഒക്കെ പുറത്തു വന്ന് അങ്ങനെയായിരിക്കും ചെയ്യുന്നതിന്. അപ്പൊ അവര് നല്ല പോലെ ചെയ്തിട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വരാത്തവർക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഇനി റെക്കോർഡിന്റെ കാര്യം. നമ്മൾ പുതിയ ബാച്ചുകളൊക്കെ ആയപ്പോഴേക്കും ഈ റെക്കോർഡ് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് സാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി പറ്റും. അപ്പൊ സ്മാർട്ട് ശ്രീയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ആ ഫ്രണ്ട് ഷീറ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ ഓരോ റെക്കോർഡിലും എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളതിന്റെ
ആ ഒരു ഡോക്യുമെന്റ് ഫ്രണ്ട് ഷീറ്റിൽ 2-3 പേജായിട്ട് അതും കാണും. പിന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അപ്പാരറ്റസ്, ആ റെക്കോർഡാണ് നിങ്ങൾ ലാസ്റ്റ്. ഇതുവരെയുള്ള ബാച്ചിലെ കുട്ടികൾ അത് എഴുതുമായിരുന്നു, കോപ്പി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ അത് മുഴുവനും നമ്മൾ എൻട്രി ചെയ്യുവാണ്, അതിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് പിക്ചർ അതിന്റെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഞാനിതിപ്പോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം സാറ് സജസ്റ്റ് ചെയ്തപ്പം എനിക്ക് തോന്നി ഹെൽപ്ഫുൾ ആയിരിക്കും കുറെ കൂടി. കാരണം ഒരു റെക്കോർഡ് എഴുതണ്ടല്ലോ, അതിന്റെ കംപ്ലീറ്റ് ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. അത് നോക്കി പഠിച്ചാൽ മതി. അപ്പൊ ഡേറ്റ ഞാനിപ്പോ ഒന്ന് നോക്കി കറക്റ്റ് ആണെന്നൊക്കെ നോക്കി ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടേ തന്നെ ആ പ്രൊസീജിയർ കഴിയും. അപ്പൊ അതിപ്പോ ഡിസൈഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ അത് സാർ എല്ലാ ബാച്ചിലേക്കും കോമൺ ആയിട്ട് ഇട്ടു. ആർക്കെങ്കിലും ഇനിയിപ്പോ ആരെങ്കിലും ഏതെങ്കിലും റെക്കോർഡ് വാങ്ങാതെ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാലോ. അങ്ങനെ രീതിയിലുള്ള ഒരു സ്റ്റെപ്പായിരുന്നു അത്. പിന്നെ നമ്മൾ എഴുതിയവർക്ക് കുഴപ്പമില്ല അല്ലെ? അത് മതി. പുതിയ ബാച്ചുകൾക്കും പിന്നെ എഴുതാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് എടുക്കാം. നമ്മൾ എഴുതുമ്പോ നമ്മൾ ഈ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ മിസ്സേ, എല്ലാം എഴുതിയ എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് റെക്കോർഡ് മാത്രമാണ് ഫുൾ ഡേറ്റ ഉള്ളത്. മറ്റേത് 4 എണ്ണം അത് ഗ്രൂപ്പിൽ തന്നത് അതേപോലെ നോക്കി അതും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇനി ഒന്നും ചെയ്യണ്ടല്ലോ. നിങ്ങൾ 12th ബാച്ച് സാറ് പിന്നെ അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ എല്ലാ ഗ്രൂപ്പിലേക്കും പോട്ടെ. ഇനി ആരെങ്കിലും എഴുതാതെ ഉണ്ട്, 3 എണ്ണേ ചെയ്തിട്ടുള്ളൂ, 2 എണ്ണം ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് 2 എണ്ണമായിട്ട് വാങ്ങിക്കാലോ. അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കും സാറ് കൊടുത്തത്. സാർ എന്നോട് നിന്ന് എല്ലാ ബാച്ചിലേക്കും കൊടുത്തേക്കാം, ആർക്കെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ച് കൊടുത്തത്. 18 വരെയുള്ള ബാച്ചുകൾക്കെല്ലാം നമ്മൾ നിങ്ങൾക്ക് തന്ന പോലെ തന്നെ കൊടുത്തു കഴിഞ്ഞു. അവരെല്ലാം 5 റെക്കോർഡ് ആദ്യം വാങ്ങിച്ച് എല്ലാം വർക്കും സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ 19 ആണ് പുതിയ ബാച്ച്, ന്യൂ ബാച്ച്. അവർക്ക് മാത്രം, അവരോട് മാത്രം പറഞ്ഞിട്ടില്ലായിരുന്നു. അവർക്ക് 2-3 വീക്സ് ആയുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പം ആ ബാച്ച് തുടങ്ങി ഇനി കുട്ടികൾ ആവശ്യം എങ്കിൽ അവരങ്ങനെ വാങ്ങും, ഇല്ലാത്തവരല്ലാത്ത രീതിയിൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യും. മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല കേട്ടോ. മറ്റേ അപ്പാരറ്റസിന്റെ റെക്കോർഡ് എഴുതുമ്പോ നമുക്ക് ക്ലാസ് റൂം ആപ്പിൽ പിക്ചറുകൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് കൂടാതെ വേറെ ഒട്ടിക്കണോ? വേറെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മള് ശരിക്കും അന്ന് തന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ അന്ന് വരെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്. പുതിയ കുറെ മെറ്റീരിയൽസും കൂടി, ഒരു 5-6 മെറ്റീരിയൽസും കൂടി ഇപ്പൊ അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിക്ചേഴ്സും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരും. അപ്പൊ ടൈറ്റിൽ നോക്കിയിട്ട് ഏതാണ് അത് നമ്മൾ വിത്ത് നെയിം ആയിരിക്കും, വിത്ത് ടൈറ്റിൽ ആയിരിക്കും അയച്ചു തരുന്നത്. അപ്പൊ ഏതാണെന്ന് നോക്കിയിട്ട് അത് എടുക്കാം. പിന്നെ നമ്മളുടെ ഇല്ലാത്തത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, നോ ഇഷ്യൂ. പിന്നെ വരയ്ക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്, ഡിഫറെന്റ് ഷേപ്സ്, അതൊക്കെ നമുക്ക് നമ്മുടെ ഓൺ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിൾസ് ഒക്കെ വരയ്ക്കില്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ വരച്ചു വെച്ചോളൂ. അല്ലാതെ ഉള്ളത് ചില മോഡൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ളതൊക്കെ സോളിഡ്സ് ആയിട്ടുള്ളതൊക്കെ അതൊക്കെ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ഇറ്റ്സ് അപ് ടു യു. നമ്മളുടെ കയ്യിൽ ഏകദേശം ഇപ്പൊ ഒരു 25 അത്രയും കണ്ട മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാ ഏരിയയിലെ മെയിൻ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കില് തേഴ്സ്ഡേ ഇതുപോലെ തന്നെ 7:30 ഞാൻ മോഡ്യൂൾ 3ന്റെ സെഷൻ വെക്കും. അത് പ്രാക്ടിക്കൽ സൈഡാണ്. പ്രാക്ടിക്കൽസിന്റെ സെഷൻ വെക്കും. തേഴ്സ്ഡേ വെക്കുന്നത് ഫ്രൈഡേ ആരെങ്കിലും ക്ലാസ്സിന് വേണ്ടിയിട്ട് ട്രാവലിംഗ് ആണെങ്കിൽ ഫ്രൈഡേ വെച്ചാൽ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തേഴ്സ്ഡേ വെക്കുന്നത്. തേഴ്സ്ഡേ ഇതുപോലെ 7:30 ടൈമിലായിരിക്കും. അപ്പൊ അത് മോഡ്യൂൾ 3 കംപ്ലീറ്റ് ബ്രീഫ് ചെയ്യും. അതിൽ കുറെ ആക്ടിവിറ്റീസും ഡെമോൺസ്ട്രേഷനും, മറിയം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചും, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എങ്ങനെയാണ് ഓരോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി നമ്മളിപ്പോ തിയറിയിൽ കുറെ ഭാഗങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ മോഡ്യൂൾ 3യുടെ കുറെ ഭാഗങ്ങളും ഈ നമ്മുടെ പാർട്ട് 3യിലെ നമ്മുടെ തിയറി, മോണ്ടിസോറി മെത്തേഡും അതിന്റെ ആപ്ലിക്കേഷൻസും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പാർട്ട് 3 എടുക്കുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ സൈഡ് എടുത്തു പോകുന്നത്. ആ തിയറിയുടെ പ്രാക്ടിക്കലാണ് മോഡ്യൂൾ 3 വരുന്നത്. ഓക്കെ മിസ്സേ, സ്റ്റോറിയും റൈമും എഴുതാനായിട്ട് ഓരോ റെക്കോർഡല്ലേ? അപ്പൊ അതില് സ്റ്റോറി എഴുതിയിട്ട് ആ സ്റ്റോറിക്കകത്ത് പിക്ചർ ഒട്ടിക്കണ്ടല്ലോ, അതോ സ്റ്റോറി ഫുള്ളും അങ്ങനെ എഴുതിയാ പോരെ? റൈം ഉള്ള ബുക്കില് റൈം ഫുള്ള് അങ്ങനെയാണോ? റൈം ഉള്ള റെക്കോർഡിൽ മുഴുവനും റൈം, സ്റ്റോറി ഉള്ള റൈം മാത്രം. അത് പിക്ചർ വേണോ? അതിന് പിക്ചർ ഒട്ടിക്കണോ? വേണ്ട. ഇതിന്റെ ടൈറ്റിൽ എന്താണ്? ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്.
ഇലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പിക്ചേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ വേണം അല്ലേ? വേണം. വരച്ചാലും മതി, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താലും മതി. മതി. ഓക്കെ. സോ ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ റിഗാർഡിങ് പ്രാക്ടിക്കൽസ് റെക്കോർഡ്? അപ്പൊ നാളെ 10:30 ജോയിൻ ആവുക കേട്ടോ. MT11 ബാച്ചിന്റെ ലിങ്ക് ആയിരിക്കും, അവരുടെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങളെ കൂടെ അതിനകത്തേക്ക് ജോയിൻ ആക്കുക. അധികം കുട്ടികൾ ഉണ്ടാവില്ല, നിങ്ങളെ പോലെ തന്നെ കുറച്ച് പേരാണ് ആ ബാച്ചിൽ വരാറ്. ഓക്കെ, സോ സാറ്റർഡേ ഇപ്പൊ എത്ര പേര് വരും എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടോ? യെസ് യെസ്, രശ്മി പറഞ്ഞു. ആ പറയൂ. മാമിന് വിളിക്കുന്ന മാത്രമേ കേട്ടുള്ളൂ, ബാക്കിയൊന്നും കേട്ടില്ല. മ്യൂട്ടാണല്ലോ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ മാം, ഞാൻ ലാസ്റ്റത്തെ 5th റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ അത് മാത്രമായിട്ട് എനിക്ക് അങ്ങനെ കിട്ടുമോ, വാങ്ങാൻ പറ്റുമോ? അത് ഞാൻ സാറിനോട് സംസാരിക്കാം. അത് മാത്രമായിട്ട് അങ്ങനെ ഓരോന്നും പറയുന്നതിനനുസരിച്ച് കൊടുക്കുന്നുള്ള രീതിയിൽ ചോദിച്ചു നോക്കട്ടെ. പ്രൊവൈഡ് ചെയ്യുമായിരിക്കും, അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ബാക്കിയെല്ലാം ഞാൻ പകുതി വരെ എല്ലാം 4ാമത്തെ റെക്കോർഡ് പകുതി കംപ്ലീറ്റഡ് ആണ്. അപ്പം 5th ഞാൻ തുടങ്ങിയിട്ടില്ല. അപ്പം അത് മാത്രമായിട്ട് കിട്ടുമെന്ന്. യെസ്, അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇച്ചിരി സമയം എടുക്കും തോന്നുന്നു, ഞാൻ ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ മാം. നമ്മൾ ഗ്രൂപ്പില് എണ്ണം എടുത്തപ്പോ ഒരു 8-9 ആള് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ചക്ക്. ചില 2-3 ആൾക്കാർക്ക് സംശയമായിട്ടാ നിക്കണേ, ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു 9 ആള് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച. ടീച്ചർ, എനിക്ക് 1 വീക്ക് ഉണ്ടല്ലോ. ഞാൻ ട്രിവാൻഡ്രം ഉണ്ട്, പക്ഷേ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല ട്രിവാൻഡ്രത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോന്നേ. അപ്പോ അത് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുക. ശരി. ട്രിവാൻഡ്രത്ത് എവിടെയാ? ട്രിവാൻഡ്രത്തേക്ക് പോകണം. പ്രോപ്പർ പറയുമ്പോഴത്തേക്ക് കിളിമാനൂരാണ്. എനിക്ക് കൊല്ലം ബോർഡറിൽ നിന്ന്, കൊല്ലത്തു നിന്നും കയറാം, ട്രിവാൻഡ്രത്തു നിന്നും കയറാം. ട്രെയിൻ സൗകര്യം അടുത്തുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമുണ്ടാവോ? വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ? വീട്ടിൽ നിന്ന് ഇതാണ്, ഹസ്ബൻഡ് എന്ന് മലയ്ക്ക് പോയിട്ട് എത്തത്തേ ഉള്ളൂ, അതുകൊണ്ടുള്ള ഒരു ഇതാ. ഓക്കെ, നോക്കാം. ചിലപ്പോൾ ആരെങ്കിലൊക്കെ വരുമായിരിക്കും. 1 വീക്ക് സമയമുണ്ടല്ലോ. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് പാർട്ട് 3 യൂണിറ്റ് 3 ആണെന്ന് തോന്നുന്നു അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? ഐ തിങ്ക് സോ. ഇന്നലെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. യെസ്. നിങ്ങൾക്ക് ടേം 2 എക്സാമിനേഷൻ എന്നാന്ന് വല്ല ഡേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. മിസ്, ടേം 2 എന്ന് പറയുന്നത് ഫൈനൽ ആണോ, അതോ ഇനി അത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടോ? അല്ല, ടേം 1 പാർട്ട് 1ഉം 2 ടേം 1, പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ ടേം 2. 2 പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടി മോഡ്യൂൾ 1ന്റെ അല്ലെ? അത് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മള് ഫൈനൽ എക്സാം, അത് സബ്ജക്ട് വൈസ് ആണ്. ഇനി ഒരു എക്സാം കൂടെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ വരത്തുള്ളൂ അല്ലേ? ഫൈനൽ എക്സാം സബ്ജക്ട് വൈസ് ആണ്. അതായത് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് 7 സബ്ജക്ട് ഉണ്ടാവും. കോമൺ ആയിട്ട് 7 സബ്ജക്ട് 2 പേരും ഒരേപോലെ ഒരുമിച്ച് എഴുതണം. അത് കഴിഞ്ഞ് പിജിയുടെ ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങിയില്ലല്ലോ. നിങ്ങൾക്ക് തുടങ്ങിയില്ല. നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് PGക്കാർക്ക് PGയുടെ ആ 4th 5th മോഡ്യൂള് വേറൊരു ടൈമിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് തുടങ്ങും. എന്നിട്ട് മെയിൻ എക്സാം, അതായത് ഡിപ്ലോമ PG കോമൺ സബ്ജക്ട്സ് കഴിയുമ്പോഴേക്കും ആ PGയുടെ ടോപ്പിക്സും കഴിഞ്ഞ് ഈ 2 സബ്ജക്റ്റും കൂടെ എക്സാം പിന്നെയുണ്ട്. അത് ഫൈനൽ ഏത് മന്ത് ഒക്കെ വരുമെന്ന് അറിയാമോ? ഫെബ്രുവരി ഒക്കെ ആയിരിക്കുമോ? മാർച്ച്? ഫെബ്രുവരി. ഇതിപ്പോ നവംബർ അല്ലേ? ഫെബ്രുവരി മുമ്പ് ഉണ്ടാവുമല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് പാർട്ട് 4 എവിടം വരെയായി?
മോഡ്യൂൾ 1 ആരെങ്കിലും ഒന്ന് പറയാമോ? പാർട്ട് 4 7ാമത്തെ ചാപ്റ്റർ ആരും തുടങ്ങിയിട്ടില്ല. 6ാമത്തത് അശ്വതി മാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയെല്ലാം ഫിനിഷ് ആണ്. അപ്പൊ 6ാമത്തെ ചാപ്റ്ററിൽ നിൽക്കുകയാണ്. സോ ഇനി 4 ചാപ്റ്ററും കൂടെ ബാക്കിയുണ്ടോ? 10 യൂണിറ്റ് അല്ലേ? 10 യൂണിറ്റ് ഉണ്ട് മാം. അതിൽ 6ാമത്തത് അശ്വതി മാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 7 തുടങ്ങിയിട്ടില്ല ആരും. ഓക്കെ. അപ്പൊ എന്തായാലും പാർട്ട് 4 ഈ മന്തിൽ തന്നെ തീരും. പാർട്ട് 3യില് ഞാനിപ്പോ യൂണിറ്റ് 3 എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇനി 7ഉം 10ഉം നിങ്ങൾക്ക് എടുക്കാനുണ്ട്. ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ അപർണ മാം എടുത്ത മറിയ മോണ്ടിസോറിയുടെ അത്രേ ആയിട്ടുള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടില്ല. ഇല്ല എടുത്തിട്ടില്ല. പിന്നെ തേർഡ് ഞാനിപ്പോ എടുക്കുന്നു. വേറെ ചാപ്റ്റേഴ്സ് ഒന്നും അതിനകത്ത് കവർ ചെയ്തിട്ടില്ല അല്ലെ? ഇല്ല. ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നിങ്ങളുടെ പോർഷൻ കംപ്ലീറ്റ് ആവുമായിരിക്കും. ആൻഡ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനുവരി പകുതിക്ക് ശേഷമോ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോ ആയിരിക്കും എക്സാം, മെയിൻ എക്സാം വരുന്നത്. എക്സാം വരുന്നത് ആ ഒരു ടൈം ജനുവരി മിഡ് കഴിയുന്നതോടുകൂടി ഒന്ന് പ്രതീക്ഷിച്ചോളൂ. എന്തായാലും നേരത്തെ അറിയിക്കുമല്ലോ. അത് നമ്മൾ ടേം എക്സാം എഴുതിയതുപോലെ തന്നെ അല്ലേ? ഫസ്റ്റ് ടേം എക്സാം എഴുതിയതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് തന്നെയാണോ ഫൈനൽ എക്സാം? മെത്തേഡ് അത് തന്നെ, സബ്ജക്ട് വൈസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 50 ഓരോ സബ്ജക്റ്റും ബേസ് ചെയ്ത് 50 ക്വസ്റ്റ്യൻസ്. ടൈം ടേബിൾ ഒക്കെ നമുക്ക് നേരത്തെ തരുമോ? തരും. സ്റ്റഡി ലീവും തരും. എല്ലാം തരും. ടൈം എപ്പോഴായിരിക്കും എക്സാമിന്റെ? എക്സാമിന്റെ ടൈം ഈവനിങ് 7 to 8 or 7:30 to 8:30. നമ്മുടെ ടൈം എക്സാമിന്റെ സമയം എപ്പോഴായിരുന്നു? അതുപോലെ തന്നെ 7:30 to 8:30 ഈവനിങ് ആയിരിക്കുള്ളൂ. ടീച്ചർ നമ്മുടെ ഈ ഫൈനൽ എക്സാമിന് മുന്നേ സൈക്കോളജിയുടെ ഒരു പോർഷൻ ഒന്ന് കൂടെ റിവിഷൻ തന്നേക്കണേ ടീച്ചർ. തീർച്ചയായിട്ടും. മോഡ്യൂൾ 1 അതായത് ഫൈനൽ എക്സാമിന് മുമ്പ് ഞാനൊരു റിഫ്രഷിംഗ് സെഷൻ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ തന്നെയായിരിക്കും 7:30 ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും വെക്കുന്നത്. പക്ഷെ അത് ഡേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അതിന് മുമ്പേ ഞാൻ കൂടുതലും പാർട്ട് 3നെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോർഷൻസ്, ഇപ്പൊ സൈക്കോളജി പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ ജസ്റ്റ് അതിന് മുമ്പ് ഒന്ന് ഇൻഫോം ചെയ്യണം, അത്ര മാത്രം. പാർട്ട് 4 ആണെങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സ്, നിങ്ങൾക്ക് എടുത്ത ടീച്ചേഴ്സ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പാർട്ട് 4 എടുക്കാറില്ല, ഒരു ക്ലാസ്സിനും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ റിവിഷൻ തരുമ്പോൾ അത് എടുത്ത ടീച്ചേഴ്സ് തന്നെ ആവുന്നതാണല്ലോ നല്ലത്. സൈക്കോളജി പാർട്ടൊക്കെ നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, ദെൻ എവിടെ വരെയായി? നമ്മളുടെ ടോപ്പിക് തന്നെയാണോ ഇരിക്കുന്നത്? ഫസ്റ്റ് പീരീഡ് നിങ്ങൾക്ക് കാണുന്നത് അതാ തുടങ്ങിയത്? ഫസ്റ്റ് പീരീഡ് തുടങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് പീരീഡ് നമ്മൾ പറഞ്ഞു, അതായത് നമ്മള് ഇതിലെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞ ആ എല്ലാ സ്റ്റെപ്സും വരുന്ന ഒരു പീരീഡാണ് ഈ ബർത്ത്. പേജ് നമ്പർ ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പേജ് നമ്പർ 99. 10 ക്വസ്റ്റ്യൻസ് വരുന്ന അസൈൻമെന്റ് ഡീറ്റെയിൽസ് ഞാൻ തന്നല്ലോ അല്ലെ? നമ്മൾ ഫസ്റ്റ് പീരീഡിലെ കാര്യം നമ്മൾ ഓൾറെഡി ചാപ്റ്റർ തുടങ്ങുന്ന തന്നെ നമ്മുടെ ഈ ഒരു ലെസൺ തന്നെ അതിനെ കുറിച്ചായിരുന്നു. കുട്ടികളിലെ ഡെവലപ്മെന്റ്, നാച്ചുറൽ ആയിട്ട് വരുന്ന ഡെവലപ്മെന്റ്, അതിൽ ബർത്ത് തുടങ്ങി 3 years വരെയും അവരുടെ മെമ്മറി അൺകോൺഷ്യസ് ആയിരിക്കും, അതായത് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയും. 3 to 6 ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കും മെമ്മറി. അതിൽ 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസ് ആയിരിക്കും എല്ലാ ഏരിയയിലും. എല്ലാ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യുന്നത്, അതായത് ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യോ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധിപരമായിട്ടുള്ളത്, ലാംഗ്വേജ്, മൂവ്മെന്റ്, മസിൽസിന്റെ ഡെവലപ്മെന്റ് എല്ലാം നല്ല പ്രോഗ്രസീവ് ആയിട്ട് നടക്കുന്ന, ഭയങ്കര സ്പീഡിൽ നടക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടിക്ക് എപ്പോഴും ഒന്നും ചെയ്യാനുള്ള, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. ഏറ്റവും കൂടുതൽ അവരവരുടെ മൗത്തും ഹാൻഡ്സും യൂസ് ചെയ്യും പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർക്ക് അതിന് വേണ്ടുന്നൊരു ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അങ്ങനെ അവരുടെ ഇഷ്ടത്തോടു കൂടി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീഡത്തെ അവർ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നു. അപ്പം ആ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് അതിനെ നല്ലപോലെ കെയർ ചെയ്യും. അപ്പൊ അങ്ങനെ റെസ്പോൺസിബിൾ ആകുന്നു അവര്. അതുകൂടാതെ അവരുടെ
ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ അവരെ ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ അനങ്ങാതെ വളരെ കോൺസെൻട്രേഷനോട് കൂടിയും ശ്രദ്ധയോടും കൂടി ഇരുന്ന് ചെയ്യുന്നു. അങ്ങനെ വരുമ്പം അവരുടെ സെൽഫ് ഡിസിപ്ലിൻ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അവർക്ക് അങ്ങനെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സോ അങ്ങനെ അവർ ഒബേ ചെയ്യാൻ തുടങ്ങുന്നു. ഒബീഡിയൻസ് അവരിൽ ജനറേറ്റ് ചെയ്യുന്നു. അതേസമയം നമ്മൾ തുടക്കം തുടങ്ങി ഇതൊക്കെ വേണ്ട അങ്ങനെ ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഡെവലപ്മെന്റ് ഒന്നും കുട്ടിയിൽ നടക്കില്ല. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ ലോ ലെവലിൽ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എല്ലാം. അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ശരിയാവില്ല, മൂവ്മെന്റ്, പിന്നെ മസിൽസിന്റെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യലൈസ് ചെയ്യുന്നത് ഭയങ്കര അൺഫ്രണ്ട്ലി ബിഹേവിയർ ഒക്കെ കാണിക്കും കുട്ടികൾ. ചിലപ്പോൾ ചിലര് ഭയങ്കര വാശിയായിരിക്കും, ചില കുട്ടികൾ ഭയങ്കര മൂടിയായിരിക്കും, മിണ്ടാതിരിക്കും, അനങ്ങാതൊരു ഭാഗത്തേക്കും. ഗുഡ് കിഡ്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷെ ഗുഡ് കിഡ്സ് അത് ഒരു ശല്യമില്ല, ഒരു ഭാഗത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, അനങ്ങാണ്ടിരിക്കും, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുട്ടികളൊരു അങ്ങനെ പറയണ കേൾക്കാറുണ്ടല്ലേ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവരുടെ എല്ലാ ഡെവലപ്മെന്റ് ഏരിയയും ശരിയായി വരുന്നത്. അതാണ് നമ്മൾ ആദ്യമേ തുടങ്ങി പറഞ്ഞത്. അത് 0 to 6 years വരുന്നതാണ്. ഇനി മറിയ മോണ്ടിസോറിക്ക് ഈ ഏജിലുള്ള കുട്ടികളുടെ ഒബ്സർവേഷനിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും സയന്റിഫിക് തന്നെയായിരുന്നു. പക്ഷേ 6 years ശേഷമുള്ള പല ഏജ് പീരീഡും അവർക്ക് കാര്യമായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് പറ്റിയില്ല. പക്ഷെ എന്നാലും അവർ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. സെക്കൻഡ് പീരീഡ് 6 to 12 years നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ലീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു റീഡ് ചെയ്ത് പോവാം. സെക്കൻഡ് പീരീഡ് 6 to 12 years. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, അതിനുശേഷം ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മളുടെ വീട്ടിൽ കാണും. അല്ലെങ്കിൽ ആ ഒരു പ്രായം കഴിഞ്ഞു പോയ മക്കൾ നമുക്ക് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നൈബർഹുഡിൽ ഉണ്ടായിരിക്കും, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. ഈ ഒരു പീരീഡിൽ കുട്ടികൾക്ക് കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. കുട്ടികളുടെ ഡെവലപ്മെന്റും കുട്ടികളുടെ ഫോക്കസും ഒക്കെ അനുസരിച്ച് ഈ ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. ഈ സോഷ്യൽ ബീയിങ്സ് ആവുകയാണ്. ഇവർ കുറെ കൂടെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടികൾക്ക് പുതിയ പുതിയ പവേഴ്സ് വരുന്നു ഈ ഒരു പീരീഡിൽ. അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡുമാണ് കുട്ടികളുടെ 2 ടൂൾസ്, ഇന്റേണൽ ആയിട്ടുള്ള ടൂൾസ് എന്ന് നമ്മൾ ആദ്യത്തെ പീരീഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെവലപ്മെന്റിന്റെ 2 ഇന്റേണൽ എയ്ഡ്സ് ആണ് അത് ഈ ഒരു പീരീഡിലേക്ക് സെക്കൻഡ് പീരീഡ് ആവുമ്പോൾ സെയിം ഫീച്ചേഴ്സ് തന്നെ, പക്ഷെ അത് റീപ്ലേസ് ചെയ്യുന്നു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. എന്തും വിഴുങ്ങുന്ന ആ ഒരു സ്വഭാവം അവരിൽ മാറും. എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവര് അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഫാക്റ്റ് ആണെന്നുള്ളത് മാത്രമാണ് അവര് എടുക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അബ്സോർബൻ മൈൻഡ് ഉണ്ട്, സെൻസിറ്റീവ് പീരീഡുമാണ്. പക്ഷേ എല്ലാം ഒന്നും അവരെടുക്കില്ല. അവർക്കത് ശരിയാണ്. അത് അവര് വൈ ക്വസ്റ്റ്യൻസ് നിറയെ ചോദിക്കും. എങ്ങനെ അത് അങ്ങനെയായാലും എന്തെങ്കിലും വരും, ഇതിങ്ങനെയാണോ, അങ്ങനെ കുറെ ചോദിച്ച് കംപ്ലീറ്റ് അവർക്ക് ഉറപ്പായ കാര്യങ്ങൾ മാത്രമാണ് അവരെടുക്കുള്ളൂ. ചെറിയ പ്രായത്തിൽ അമ്പിളിമാമനെ പിടിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന കുട്ടി ഈ ഒരു പ്രായത്തിൽ അത് വിശ്വസിക്കുകയില്ല. അങ്ങനത്തെ ഒരു രീതി. പിന്നെ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ വരും. നമുക്കറിയാം കുട്ടിയുടെ പാൽപ്പല്ലൊക്കെ പോയിട്ട് പെർമനന്റ് ടീത്ത് വരുന്നൊരു പ്രായം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു പ്രായത്തില് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവായിരിക്കും, പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതുകൊണ്ടാണല്ലോ വാക്സിനേഷൻ ആ ഒരു ഏജിലൊക്കെ ഇങ്ങനെ കൊടുത്തു പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രായമാകുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ, അതെന്ന് പറയുമ്പോൾ പറയുന്നത് ന്യൂ പവേഴ്സ് അവർക്ക് കിട്ടും. ഇമ്മ്യൂണിറ്റി പവർ കൂടും. അവർക്ക് അസുഖങ്ങൾ വരുന്നത് കുറയും, അതിന്റെ ആ ഒരു ഫ്രീക്വൻസി കുറയും. അങ്ങനെയുള്ള പിന്നെ മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അവര് സോഷ്യൽ ഗെയിംസ്, അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ള ഗെയിംസിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പൊ അവിടെ ഫിസിക്കൽ ആ മൂവ്മെന്റും മസിലിന്റെ പവറും എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് തോന്നും. അവർക്ക് സ്റ്റാമിന, എനർജി ഒക്കെ കിട്ടും. പിന്നെ മെന്റൽ ചേഞ്ചസ്, കുട്ടികൾ മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി, പവർ ഓഫ് ഇമാജിനേഷൻ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് പീരീഡിലും പറയുന്നുണ്ട്. അതെല്ലാം അവർക്ക് കൂടും. അവർ കൂടുതൽ എഫേർട്ട് എടുക്കും. ചിലപ്പോൾ അവര് വളരെ സയന്റിഫിക് ആയിട്ട് അവർ കാര്യങ്ങളെ കാണും, അതുപോലെ അവർ ചെയ്യും. അതാണ് ഈ ഒരു ഏജിൽ വരുമ്പോൾ സ്കൂളുകളിൽ സയൻസ് എക്സിബിഷൻ, അങ്ങനെ കുറെ അവരുടെ അക്കാദമിക് റിലേറ്റഡ് ചില പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് അതിനകത്ത് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
കുട്ടികൾക്ക് നോളജ് അക്യൂർ ചെയ്യുന്നതിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ അവരുടെ മൈൻഡ് ഭയങ്കര ക്യൂരിയസ് മൈൻഡ് ആയിരിക്കും. അബ്സോർബൻ മൈൻഡ് ഡിസപ്പിയർ ആയിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എന്തിനെ കുറിച്ചും അറിയാനുള്ള ആഗ്രഹം, വെയർ, വെൻ, വൈ, ഹൗ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ സോഷ്യൽ ചേഞ്ചസ്, ഇൻഡിപെൻഡൻസ്, അവർ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ശ്രമിക്കും. അവര് പലപ്പോഴും ഫാമിലിയിൽ ഒരു യൂണിറ്റ് ആണെങ്കിലും അവർ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും ആ ഒരു ടെൻഡൻസി അവർ കാണിക്കും. ഒരു സോഷ്യൽ ഗെയിംസ് ഒക്കെ കളിക്കും. അതായത് അവരുടെ പീർ ഗ്രൂപ്പുമായിട്ടായിരിക്കും അവർ കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. പാരന്റ്സിനെ ലീവ് ചെയ്തൊന്നും പോകുന്നില്ല, പക്ഷെ അവര് പീർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവും. പിന്നെ അവരുടെ മോറൽ സെൻസ്, മോറൽ വാല്യൂസ്, എന്താണ് ഗുഡ്, എന്താണ് ബാഡ് എന്നുള്ളത് അവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ ജസ്റ്റിസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിപ്പോ വീട്ടിലെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ തന്നെ ഇവര് ചോദ്യം ചെയ്യും. ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുക, പക്ഷെ ഏതൊരാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റായ മൂവ്മെന്റ് ഉണ്ടായാൽ കുട്ടി അത് ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു ഇത് കുഞ്ഞുങ്ങൾക്ക് വരും. പിന്നെ അവരുടെ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ ഫസ്റ്റ് പീരീഡിലെ പോലെ തന്നെ അവർക്ക് വീണ്ടും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ സെക്കൻഡ് പീരീഡിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും, ഇത് രണ്ടും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ ഓൾറെഡി ബ്രീഫ് ചെയ്തു. ഇത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ യു ക്യാൻ റിലേറ്റ് ആൻഡ് കണക്ട്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ ക്ലാസ് എടുക്കാം. എനിവേ, ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു. യെസ് പ്ലീസ്. ഞാൻ വായിക്കാം മാം. Second period, 6 to 12 years. In the second period, Montessori examined changes in direction of development and children's focus. Children's focus changes from one of self-creation to the development as social beings. At this stage, children have new powers. In the earlier period, the absorbent mind and sensitive periods help a child in his development. However, in the second period, these are replaced by what Montessori referred to as psychological characteristics. Changes in the second period are as follows. A. Physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 periods. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against disease. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. B. Mental changes. In the first period, children work with the materials to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existing relationship with what is already there. Children are very interested in knowledge during this period. Dr. Maria Montessori write. Okay, ma'am. യെസ്, ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് മിസ് 99 അല്ലായിരുന്നോ പറഞ്ഞ പേജ് നമ്പർ? എനിക്ക് ഇതുവരെ കിട്ടിയില്ല, ഞാൻ ഇത് തപ്പുവാ. 100 ആണ്. 100. എന്റെ PDF-ന്റെ പ്രിന്റ് ഔട്ട്സ്, എനിക്ക് ബുക്ക് ടെക്സ്റ്റ് അല്ലാത്തത് കാരണം എന്റെ പേജ് നമ്പർ ഉണ്ടാവില്ല. മൊഡ്യൂള് 3 ആണോ? മോഡ്യൂൾ 1-ലെ പാർട്ട് 3. മോഡ്യൂൾ 3 നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ മാത്രമാണ്. അത് അടുത്ത തേഴ്സ്ഡേ ഞാൻ എടുക്കുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ പ്രാക്ടിക്കലിന് വരുന്നതിന് മുമ്പ് അത് ഞാൻ എടുക്കും. ഓക്കെ,
ഓക്കെ, ഇതിനപ്പോ ദീപ ടോപ്പിക് എന്താന്ന് മനസ്സിലായല്ലോ. അതായത് മറിയാം മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ ഡിവൈഡ് ചെയ്തിരുന്നു. 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ആണ്. ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങിയിട്ട് 12 ഇയേഴ്സ് വരെ. പിന്നെ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 12 ഇയേഴ്സ് തുടങ്ങി, അതായത് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി അഡൾട്ട് ആകുന്നത് ആ യൂത്ത് 24 ഇയേഴ്സ് വരെയും. അങ്ങനെ 2 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എഗെയിൻ മോണ്ടിസോറി ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ചൈൽഡ്ഹുഡ് 2 പീരീഡ് ആയി, 0 to 6 ഇയേഴ്സ്, 6 to 12 ഇയേഴ്സ്. അഡൾട്ട്ഹുഡ് വീണ്ടും 2 പീരീഡ് ആയി, 12 to 18 ഇയേഴ്സും, അതായത് ആ പീക്ക് ടൈം ടീനേജിന്റെ ആ ഒരു ടൈമും 18 to 24 ഇയേഴ്സും. അങ്ങനെ 4 പീരീഡ്സ്, 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്, 2 സ്റ്റേജസ്. പക്ഷെ പീരീഡ് ആയിട്ട് പറയുമ്പോൾ 4 പീരീഡ്, 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നും പറയാം. അതിലെ ഫസ്റ്റ് പീരീഡ് ഓൾറെഡി നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനീഷ്യലി ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അതായത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റ് നാച്ചുറൽ ആയിട്ട് നടക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ഓർത്ത് കഴിഞ്ഞാൽ പലതും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ചെറിയ പ്രായത്തില് അവർക്ക് വേർതിരിച്ചറിയില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയില്ല. ഈ ഒരു കാര്യം ചെയ്യാൻ ഇത്ര ഫോഴ്സ് മതി, ഈ ഒരു കാര്യത്തിന് ഇത്ര ഫോഴ്സ് മതി എന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർ എപ്പോഴും ചെയ്യുമ്പോഴും അവരുടെ മാക്സിമം ശക്തി മുഴുവനും എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോഴാണ് പല അബദ്ധങ്ങളും ഒക്കെ പറ്റുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ കുറെ വെള്ളം, ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം വെള്ളം വന്നാൽ ആ ഗ്ലാസ് നിറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പതുക്കെ അത് ചരിക്കുന്നത്. പക്ഷെ കുട്ടി ഒഴിക്കുമ്പോൾ അവരുടെ മാക്സിമം എഫേർട്ട് എടുക്കുമ്പോൾ അങ്ങനെ പറ്റും. പാവം കുട്ടിക്ക് കിട്ടുന്ന പഴി എന്താ? ഷൗട്ടിങ്, ചിലപ്പോ തല്ലും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചു വിടും, എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറെ കേൾക്കേണ്ട വരും കുഞ്ഞിനെ. അത് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആവും. ഇത് തന്നെയാണ് പല സിറ്റുവേഷൻസിലും നടക്കുന്നത്. അവരോട് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എനിക്ക് അറിയില്ല. എന്ത് പറ്റി, പോയോ? എനിക്ക് കേൾക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ദീപ, എങ്ങനെയുണ്ട് പുതിയ സ്കൂളൊക്കെ? കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് പോകുന്നു. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ ഈ സ്കൂളില് നമ്മള് ട്രെയിനിങ്ങിന് പോണ്ടേ? അപ്പം അത് നമുക്ക് സ്കൂളില് ട്രെയിനിങ്ങിന് നമുക്ക് ഇവിടുന്ന് തരണ്ടേ? അതെങ്ങനെയാ? ഇവിടുന്ന് തരുമല്ലേ? എടാ, ജനുവരി പകുതി ആകുമ്പത്തേനും നമുക്ക് ഫൈനൽ എക്സാം ആണെങ്കിൽ അതിന് മുന്നേ നമ്മൾ പോകണ്ടേ? എനിക്ക് തോന്നുന്നത് 23-ാം തീയതി മുതൽ ചോദിക്കായിരുന്നല്ലേ? 23-ാം തീയതി മുതൽ അടുത്ത 5-ാം തീയതി വരെ സ്കൂൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്കിനി കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ പോവാനായിട്ട്. വൈവേ കഴിഞ്ഞിട്ടാണ് പോകാൻ പറഞ്ഞത്. അങ്ങനെയുണ്ടോ? എനിക്കെന്തോ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു. അതാണ് ലാപ്ടോപ്പിൽ നിന്ന് ഡിസ്കണക്ട് ആയി. അതൊന്ന് കണക്ട് ആവാൻ സമയം എടുക്കും. അതുവരെ ഞാൻ മൊബൈലിൽ നിന്ന് കയറുവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതായിരുന്നു. അപ്പൊ ഫസ്റ്റ് പീരീഡ് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് പീരീഡിന്റെ കാര്യമാണ് ഇപ്പൊ ശാലിനി വായിച്ച 2 കാര്യങ്ങൾ പറഞ്ഞു. ഫിസിക്കലി വരുന്ന ചേഞ്ചസും മെന്റലി വരുന്ന ചേഞ്ചസും, കുട്ടികളുടെ പല്ല് പോയിട്ട് പുതിയ പെർമനന്റ് ടീത്ത് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് പീരീഡിൽ നടന്നത്. 6 to 12 ഇയേഴ്സ് അവരുടെ എലമെന്ററി ക്ലാസ്സുകളിലേക്കൊക്കെ പോകുന്ന ഒരു ടൈം. അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നു, പിയർ ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. അവർ കൂടുതൽ ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അവർ കൂടുതലും ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ്, സ്പോർട്സ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ
അവർ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നു, കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നു, മസിൽസും ഫിസിക്കൽ സ്ട്രെങ്ത്തും അവർക്കൊരു സ്റ്റാമിന എനർജി ഒക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് മെന്റൽ സൗണ്ട് ഇച്ചിരി കുറവാണ്. മിസ്സേ സൗണ്ട് എന്തോ പ്രശ്നമുണ്ട്, ക്ലിയർ അല്ല മിസ്സേ സൗണ്ട്. മ്യൂട്ട് ചെയ്തിട്ടാണോ എന്നറിയില്ല. ഇത് കണക്ട് ആവുമായിരിക്കും, അപ്പൊ ശരിയാവുമായിരിക്കും കേട്ടോ. ആ സെക്കൻഡ് 2-3 മിനിറ്റ്സിനുള്ളിൽ ശരിയാണ്. ഞാനിന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മിസ് സൗണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവുന്ന പോലെ. ഇത് മൊബൈൽ ഡേറ്റ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇതിപ്പോ കണക്ട് ആവും മോസ്റ്റ് പ്രോബ്ലി. മിസ് ഇപ്പം മൊബൈലിൽ നിന്നാണോ ചെയ്യുന്നേ? അതെ അതെ അതെ, ഞാൻ എന്റെ ലാപ്ടോപ്പിൽ റീകണക്ട് ചെയ്തേക്കുവാ, കൊടുത്തിട്ടുണ്ട്, ആവണം. ആ ഓക്കെ, അപ്പൊ അതാ കാര്യം. കണക്ഷൻ എന്തെങ്കിലും പോയെന്നറിയില്ല, പുറത്തേ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, നോക്കാം. എനിവേ, അപ്പം അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മെന്റൽ ചേഞ്ചസ്, യെസ്. ഓക്കെ, മെന്റൽ ചേഞ്ചസിന്റെ കാര്യം പറഞ്ഞത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊന്നും കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത രണ്ട് ചേഞ്ചസ് നിങ്ങൾ വായിക്കുമ്പോഴേക്കും ഞാൻ ലാപ്ടോപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം. അടുത്തത് എന്താണ്? ഡോക്ടർ മറിയ മോണ്ടിസോറി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഈ 6 to 12 years എന്ന് പറയുമ്പോഴേക്കും കുട്ടികളുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ഷാർപ്പ് ആകുന്നതാണ്. നമ്മള് പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞപ്പോ ഈ ആരോ നിങ്ങൾക്ക് എടുത്തേ, ഞാൻ തന്നെയാണ് എടുത്തേ, അറിയില്ല, ഓർമ്മയില്ല. അതിൽ പല സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ഒരു ടൈമിൽ കുട്ടികളുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റിനെ കുറിച്ച് കാര്യമായി പറയുന്നുണ്ട്. ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കാണുന്നതും അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും ഒക്കെ ഡെവലപ്പ് ആകുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്യൂരിയസ് മൈൻഡ്സും സോഷ്യൽ ചേഞ്ചസും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യൂ, അപ്പോഴേക്കും ഞാനൊന്ന് സ്വിച്ച് ചെയ്യാം പ്ലീസ്. വായിക്കട്ടെ. As the child's absorbent mind disappears, a new way of relation to the environment demonstrates. It is the functioning of the environment and the relationship within it which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function required for analysis. Analysis allows children to compare, deduce, and arrive at the conclusion. Okay. Social changes also, please. അടുത്തതും കൂടെ വായിച്ചോളൂ. During social change. During this period, children follow their independence. They distance themselves for their environment. Children endeavor for further independence in both actions and thoughts. It is important to note that children do not seek to leave their parents, but his role as a child in the family unit. Children are now starting to have friends and from their own peer group outside the family. Children in this age group play social games and they form new rules from
their many experience. ഓക്കെ, ഫസ്റ്റ് ക്യൂരിയസ് മൈൻഡ്സ്. അത് ഈ ക്യൂരിയോസിറ്റി അവർക്ക് ആദ്യം ഉണ്ട്. ഏതൊരു പ്രായത്തിലും അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ, അവർക്ക് എന്ത് കാണുമ്പോഴും അതെന്താണെന്നറിയണം, ചെയ്തു നോക്കണം. ഈ ഒരു പീരീഡിലും ക്യൂരിയസ് മൈൻഡ് തന്നെയാണ്. അബ്സോർബൻ മൈൻഡ് ഇല്ലാണ്ടാകുന്നുണ്ട്, ഡിസപ്പിയേഴ്സ്. അവര് പിന്നെ എൻവയോൺമെന്റിലുള്ള ഓരോന്നും കാണുമ്പോൾ അവരതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കുറെ കൂടെ അനലൈസ് ചെയ്തിട്ടായിരിക്കും. എല്ലാം അങ്ങ് വിഴുങ്ങുമൊന്നുമില്ല, അവരത് മനസ്സിലാക്കി അവർ ചോദിക്കും. കുറെ ചോദ്യങ്ങളെല്ലാം അവർ ചോദിക്കും അതിനെപ്പറ്റി. ചില കുട്ടികൾക്ക് അത് വണ്ടികളോടായിരിക്കും താല്പര്യം, ചില കുട്ടികൾ അനിമൽസിനെ കാണുമ്പോഴായിരിക്കും അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നത്, ചില കുട്ടികൾ ചെടികൾ വളരുന്നതോ പൂക്കൾ ഉണ്ടാകുന്നതോ ബട്ടർഫ്ലൈനെ കാണുന്നു, അങ്ങനെ എന്താണോ അവരുടെ ചുറ്റുപാടും അവർ കാണുന്നത് അതിനെപ്പറ്റി ഇവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അവര് ചോദിക്കും, കുഞ്ഞുങ്ങൾ ചോദിക്കില്ലേ ഞാൻ എവിടെന്നാ ഉണ്ടായി, എന്നെ എവിടെന്നാ കിട്ടിയത്, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം കുട്ടികൾ ചോദിക്കാറുണ്ടല്ലേ. അവര് നമ്മൾ അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കണം, കൺഫ്യൂസ് ചെയ്യിക്കാതെ. പിന്നെ അവർ വളരും തോറും അവരത് പഠിക്കും, ഫ്രം അവരുടെ അക്കാദമിക് സൈഡിൽ നിന്നും നമ്മളുടെ ഭാഗത്തു നിന്നും. അതല്ലാതെ നമ്മളിതൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പം റോങ് മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ചില സോഴ്സുകളിൽ നിന്നും കിട്ടുന്നത്. എപ്പോഴും അവരുടെ ഏതൊരു സംശയവും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം, കാരണം അത്രയും ക്യൂരിയസ് ആയിരിക്കും അവർക്ക് പല കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ ഈ അനാലിസിസ് എന്നുള്ള കാര്യം അത് അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. എന്ത് കാണുമ്പോഴും അവർ അനാലിസിസ് ചെയ്യും. ചിലരുടെ മറുപടി അവർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എപ്പോഴും കുട്ടി ഒരു അഡൾട്ടുമായിട്ട്, അതിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ടുമായിട്ട് എപ്പോഴും ഒരു അടുപ്പം കാണിക്കണം. ആ ആക്സെപ്റ്റബിൾ അഡൾട്ട് നമ്മളുടെ ഫാമിലിയിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ അഡൽട്സിനോട് താല്പര്യം കാണിക്കുമ്പോൾ ചിലപ്പോ എന്നുവെച്ചാൽ അവരെക്കാൾ മുതിർന്ന ഒരാളോട് ആള് പറയുന്നതെല്ലാം, അങ്ങനെ ചില കുട്ടികൾ റോങ് വേയിലേക്ക് പോകാറുണ്ട് അല്ലെ. അങ്ങനെ പക്ഷെ ശരിയായ രീതിയിൽ കുട്ടിയെ ഗൈഡ് ചെയ്യുന്ന ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ട് ആണെങ്കിൽ നമുക്ക് അവിടെ ടെൻഷൻ വേണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനുണ്ടായിരുന്നു, പഠിക്കാന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര എന്തോ അലർജി പോലെയാ, പഠിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ അമ്മ ഇങ്ങനെ ചെറിയ ക്ലാസ് തുടങ്ങി ഇങ്ങനെ കൂടിയിരുന്ന് പഠിപ്പിച്ച ആളിപ്പോ ഡിഗ്രി ആയിട്ടോ, കൂടിയിരുന്ന് പഠിപ്പിച്ച് അങ്ങനെയാണ് കക്ഷി എല്ലാ എക്സാംസും എഴുതുന്നത്. അപ്പൊ പഠിച്ചേ പറ്റൂ, എന്നാലേ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ, അങ്ങനെയുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങ് നിവർത്തിയില്ലാണ്ട് പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരാള് ഇവരെ പുറത്ത് ഏതോ കൺട്രിയിലായിരുന്നു, അവിടെ എന്തോ ലീവൊക്കെ ആയപ്പോ വന്ന് ഇവരെ കാണാൻ വരുന്നതും ഈ മോൻ ആദ്യമായിട്ട് കാണും. അയാളാണെങ്കിൽ അക്കാദമിക്സ് ആയിട്ട് അയാളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളി എന്തോ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു. സമയം നല്ലതായിരുന്നു, നല്ല രീതിയിൽ ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, പുള്ളി അയാൾ നല്ല പച്ച പിടിച്ചു. പക്ഷെ അയാൾ ഈ പയ്യന് കൊടുത്ത റോങ് മെസ്സേജ്, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇത്രേ പോയിട്ടുള്ളൂ, ഫെയിലായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ. പക്ഷെ ഇപ്പൊ ആളുടെ ലൈഫ് ഇപ്പൊ ഭയങ്കര കളർഫുൾ ലൈഫാണ്. അത് കണ്ടപ്പോഴേക്ക് വെച്ച് പിന്നെ അതിന് പഠിക്കണം എന്നുള്ള ചിന്തയേ ഇല്ലാണ്ടായി പോയി. ഭയങ്കര പാടായിരുന്നു അതിൽ നിന്നും തിരിച്ചതിനെ കൊണ്ടുവരാനായിട്ട്. ആ ഒരു തോട്ടേ ആ കുട്ടിയിൽ നിന്ന് പോയി. പിന്നെ ആകെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ സ്പോർട്സ്, പ്രത്യേകിച്ച് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്കൊക്കെ എന്തോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫുട്ബോള് ഇതുപോലെ ഒരു സ്കൂൾ ലെവലിൽ നിന്ന് പിന്നെ കോളേജ് ലെവലിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു അക്കാദമിക്സ് ഇതുമായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രമാണ് ഇവർക്ക് ഫുട്ബോൾ പ്രാക്ടീസ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൽ ഏതെങ്കിലും സ്കൂളിൽ ചേർന്ന് അങ്ങനെ ഇങ്ങനെ പോയാലേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ കുട്ടി പിന്നെ പഠിക്കുമായിരുന്നു. അപ്പോൾ തേവര കോളേജിൽ ഡിഗ്രി ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം സ്പോർട്സും ഉണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ചിലപ്പോൾ ചില അഡൾട്ട്സിന്റെ രീതികൾ കാണുമ്പോൾ അവർ അങ്ങ് മിസ്ഗൈഡ് ചെയ്തു പോകാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ, അവര് കർണാടകയിലെ ഏതോ ഒരു, ബാംഗ്ലൂരല്ല വേറെ ഏതോ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പൊ ഈ ഫ്രണ്ടും ഫ്രണ്ടിന്റെ വൈഫും ഒക്കെ ഭയങ്കര സ്റ്റുഡിയസ് ആണ്. ഈ മോനാണെങ്കിൽ ചെറിയ ക്ലാസ് തുടങ്ങി ക്ലാസ് ഫസ്റ്റ് ആണ്, 10th വരെ ഓൺ ടോപ്പർ ആയിരുന്നു ക്ലാസ്സിലെ. അത് കഴിഞ്ഞപ്പോ അവര് ഈ എൻട്രൻസ് കോച്ചിങ്ങും കൂടി ഉദ്ദേശിച്ച്, ബ്രില്യന്റ് എൻട്രൻസ് കോച്ചിങ്ങും കൂടി ഉദ്ദേശിച്ചിട്ട് പാലായിൽ അടുത്ത് എവിടെയുള്ള ഒരു സ്കൂളില് അവിടെ ബോർഡിങ്ങിൽ ചേർത്തു കുട്ടിയെ. അപ്പൊ ഈ പയ്യനെ പറ്റി പോസിറ്റീവായിട്ട് ഇതിന്റെ അച്ഛൻ, അതായത് എന്റെ ഫ്രണ്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് അവന് സ്ക്രീൻ അഡിക്ഷൻ കുറവാണ്, അത്ര താല്പര്യമില്ല, ബുക്ക് റീഡിങ് ആണ്, ഭയങ്കര ബുക്സ് എന്ന് പറഞ്ഞാൽ ജീവനാ. അപ്പൊ അതൊരു വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അങ്ങനെ ബുക്സ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഈ കുട്ടി ഡിമാൻഡ് ചെയ്യുന്ന ബുക്സ് എന്താന്ന് പോലും നോക്കാതെ ഇവര് വാങ്ങിച്ചു കൊടുക്കുക.
ഈ കുട്ടി കൂടുതലും വാങ്ങിച്ചത് ഈ ബെസ്റ്റ് സെല്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ അതൊക്കെ തരുന്ന രീതിയിലുള്ള ബുക്സ് ആയിരുന്നു ഈ കുട്ടി വാങ്ങിക്കാൻ. ഇവര് നോക്കുമ്പോ അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു. ഇവരുടെ സ്റ്റോറീസിൽ ചിലതിലൊക്കെ ഇവർ അക്കാദമിക് സൈഡ് ബിഗ് സീറോ ആയിരിക്കും, പക്ഷെ ലൈഫിൽ സംഭവം ഇവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് അവര് വലിയ നിലയിൽ വരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ഒരു റോങ് മെസ്സേജ് വരും, കുറെ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇൻകം കിട്ടണമെങ്കിൽ പഠിക്കണം എന്നില്ല എന്നുള്ള രീതിയിൽ ഒരു തോട്ടി കൊച്ചിന്റെ ഇതിൽ വന്നു. ബിലോ ആവറേജ് ഒക്കെ പോയി മാർക്ക്. ഫസ്റ്റ് ടീമിലും സെക്കൻഡ് ടീം ആവുമ്പോൾ ശരിയാവെന്ന് വിചാരിച്ചു, സെക്കൻഡ് ടീമിലും ഇതേ അവസ്ഥ. അങ്ങനെ ഇവൻ ബിലോ ആവറേജ് ആയി പോകുന്നു. ചോദിക്കുമ്പം ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെയുള്ള ഉത്തരങ്ങളാ, പഠിച്ചിട്ട് എന്തിനാ, അങ്ങനെ പഠിച്ചു കുറെ മാർക്ക് വാങ്ങിച്ചിട്ട് എന്താ കാര്യം, അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, കുറെ കഷ്ടപ്പെട്ട് കുറെ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടും, അല്ലാതെ നല്ല പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു. ബുക്ക് റീഡിംഗ് ആയിരുന്നു അവന്റെ നല്ലൊരു ഹോബി ആയിരുന്നു, പക്ഷെ അവൻ അതിലൂടെ മിസ്ഗൈഡ് ചെയ്യപ്പെടുവാണ് ഇതുപോലെ ബെസ്റ്റ് സെല്ലേഴ്സിന്റെ ബുക്സ് വാങ്ങിച്ചിട്ട്. അതൊക്കെ വൺസ് ഇൻ എ വൈൽ എവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അങ്ങനെ സംഭവിക്കുന്നത്. എഡ്യൂക്കേഷൻ മീൻസ് നമ്മള് ഷേപ്പ് ആവുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മളൊക്കെ സഹായിക്കുന്നു. അങ്ങനെ ഒന്നാണ് എഡ്യൂക്കേഷൻ. ത്രൂ ഔട്ട് ലൈഫ് ലോങ് നമ്മളുടെ വളർച്ചയിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പങ്കുണ്ടെന്നുള്ളതൊക്കെ ആ കുട്ടിയൊന്ന് മനസ്സിലാക്കി വന്നിട്ടേ ഉണ്ടായിരുന്നില്ലായിരുന്നു. അതിനു മുമ്പാണ് അവൻ ഇങ്ങനെ ഡീവിയേറ്റഡ് ആയി പോയത്. പിന്നെ എന്തൊക്കെയോ എനിക്ക് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകും, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി, +2 ആയി. അപ്പൊ എന്താണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രേഡ് ഒക്കെയാണ്, മാർക്ക് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെ ഒരു രീതിയിൽ പറയും. ഓക്കെ, അപ്പൊ അത് കുട്ടികളെ ഭയങ്കര ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു പ്രായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 14 ഇയേഴ്സ്, ആ ഒരു ടീനേജ് സമയമാണ് ഇത് എന്റെ ഒരു വല്ലാണ്ട് സെൻസിറ്റീവ് ആവുന്നത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോട് ഭയങ്കരമായിട്ട് ഇവര് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ചേഞ്ചസ് പറഞ്ഞത് ഫാമിലിയുടെ ഒരു യൂണിറ്റ് തന്നെയാണ് കുട്ടി, പക്ഷെ അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. അവൻ്റെതായ ചില താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അങ്ങനെ എല്ലാം വരും, ഇൻട്രസ്റ്റും അവൻ്റെതായ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ കാര്യങ്ങളും ആറ്റിറ്റ്യൂഡും ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാരന്റ്സ് ഈവൻ ദോ അവർ പാരന്റ്സിന്റെ കൂടെയാണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും, പിന്നെ ഫ്രണ്ട്സ് സർക്കിൾ അത് വൈഡനാകാനായിട്ട് തുടങ്ങും. അവരുടെ ഓൺ പിയർ ഗ്രൂപ്പ് ഔട്ട്സൈഡ് ദ ഫാമിലി ഉണ്ടാവുന്നു. അവർക്ക് സോഷ്യൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ വളരെ താല്പര്യമായിരിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയൊക്കെ ഔട്ട്ഡോർ കളിക്കാനൊക്കെ ആയിട്ട് പോകും. ഇൻഡോർ ആണെങ്കിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചേർന്നിരുന്ന എന്തെങ്കിലും ചെസ് അങ്ങനത്തെയുള്ള ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കാനും ഒക്കെ താല്പര്യമായിട്ട് വരും. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്, അതും ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും കൂടി ആ ഒരു പീരീഡിനുള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു. മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് നല്ലത്, ബാഡ്, അത് അവരെ ശരിയായ രീതിയിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈവിൾ എഫക്ട് എന്താണ് അവർ ചിന്തിക്കും. എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഔട്ട്സൈഡിൽ നിന്ന് അവരുടെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരിൽ അത് സ്റ്റിക്ക് ഓൺ ആകണം. അതിന് പറ്റുന്ന എൻവിയോൺമെന്റ് വീട്ടിലും അവർക്ക് സ്കൂളിലും അതുപോലെ തന്നെ അവരുടെ പിയർ ഗ്രൂപ്പിലും അവരുടെ ഫ്രണ്ട് സർക്കിളും അതുപോലെ ആയിരിക്കണം. എപ്പോഴും മോളിവിടെ പറയായിട്ടുണ്ടായിരുന്നു, സ്കൂൾ കാലഘട്ടത്തിലും അവള് 10th കഴിഞ്ഞ് വേറൊരു സ്കൂളിലേക്ക് പോയപ്പോഴൊക്കെ അവള് പറയുമായിരുന്നു നല്ല സുഹൃത്തുക്കളെ കിട്ടണം. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കണ്ട. കാരണം ചിലരെ ഒന്നും മനസ്സിലാകാതെ വരുമല്ലോ, ലാസ്റ്റ് എന്തെങ്കിലും പണി കിട്ടുമ്പോഴായിരിക്കും അങ്ങനത്തെ. അതുകൊണ്ട് അവൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടണേ, അതുപോലെ ഞാൻ നല്ലൊരു സുഹൃത്ത് അവർക്കും ആകണേന്ന്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ +2 അവള് ചെന്ന സ്കൂളില് പോവാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം മാത്രം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. LKG തുടങ്ങി 10th വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ കുട്ടികളെ പോലെ, ബോയ്സ് ആണെങ്കിലും ഗേൾസിനെ പോലെ ആയിരിക്കില്ല നീ പോകുന്ന സ്ഥലത്തെ കുട്ടികൾ. അത് കുറച്ചുകൂടെ വിശാലമായ ഒരു സ്ഥലമാണ്, പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ചെന്നൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാണ്, ബോയ്സ് ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് വേറെ പല ഉദ്ദേശങ്ങളോട് കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് നല്ല മനസ്സുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഭയങ്കര ടഫ് തന്നെയാണെന്നൊക്കെ ഈ കുട്ടി പറയായിരുന്നു. എനിവേ 2 ഇയേഴ്സ് +1 +2 കഴിഞ്ഞപ്പം അവളുടെ വളരെ അടുത്ത 1-2 നല്ല സുഹൃത്തുക്കൾ മാത്രമേ അവൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നും
വളരെ തളർത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടണം. അത് തന്നെ ഈവൻ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു ഏരിയ ആണെങ്കിൽ കൂടിയും ആ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട വരില്ല. അത് ഈവൻ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ പാരന്റ്സിനെയും നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായാൽ അതും നന്നായിരിക്കും. ഓക്കെ, അപ്പൊ മോറൽ സെൻസും ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും ഒന്നാരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ആവും തോന്നുന്നു. ഓക്കെ പ്ലീസ്. യെസ്, ആരും വായിക്കുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാം. യെസ് വായിച്ചോളൂ. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral sense. Children are now interested in what is right and wrong, what is a good and bad. They use the power of reason to come to their own outcome. Children also from the attitude of the behavior of others. Children may seek adult assistance for acceptable behavior. The children's interest in judging behaviors extends to a new interest in justice and compassion for others. Maria Montessori wrote, It is in the 6 years that one may note the beginning of an orientation toward moral questions towards the judgment of acts. This preoccupation belongs to an interior sensitivity. The conscience it is at the age that the concept of justice in bond simultaneously with the understanding of the relationship between one's acts and the needs of others. Another interesting characteristic of children in the stage in their administration for heroes, stars, and great personalities. It is therefore important to help children release between realistic and unrealistic acts and needs of others. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും കൂടെ വായിച്ചോളൂ. കുറച്ചല്ലേ ഉള്ളൂ, അത് രണ്ടും കൂടെ കഴിഞ്ഞ് നമുക്കൊന്ന് അത് Development of imagination. New powers develop in children, and during this stage, they have the capacity to visualize in the first period. Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she felt that children in the first period need to learn to relate to the reality of life. During she felt fantasy, fable and myths should play a key role in moral understanding and exploration of feeling and emotions. Okay, Deepa, very good. ഓക്കെ, സോ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും പറഞ്ഞു. കാരണം അവർക്ക് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് കൂടുതലാണ്. പിന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ടിന്റെ ഗൈഡൻസ് അവർ പലപ്പോഴും ചോദിക്കും. അപ്പൊ ഈ ഏരിയ പിയർ ഗ്രൂപ്പും അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ടും അത് അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വളരെ ടഫ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ ഹീറോസ് മൂവീസില്
നമുക്ക് മൂവീസ്, ഇപ്പോഴത്തെ മൂവീസ് കുറെ കൂടെ എന്താ പറയാ, പച്ചയായ കാര്യങ്ങളെ കാണിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ചോദിക്കുമ്പോ അവരതിന് തരുന്നൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, ആ ഒരു രീതിയിൽ പറയും. പിന്നെ 18+ ആയവർക്കേ കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇവിടെ കുട്ടികളെയും കൊണ്ടൊക്കെ തന്നെയാണ് തിയേറ്ററിൽ പോയി, ചെറിയ കുട്ടികളെയും കൊണ്ടും ഒക്കെ പോകുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്, പല പ്ലാറ്റ്ഫോമും ഉണ്ട് അവർക്ക് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഹീറോസ് മിക്ക മൂവീസിലും, പ്രത്യേകിച്ച് മലയാളം മൂവീസിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ചില ഹീറോസ് ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്നതും ഇവര് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നതും പിന്നെ വയലൻസും അടിച്ചിടിച്ച് വില്ലന് ഒരു ഹീറോ പരിവേഷം കൊടുക്കുന്ന പോലെയുള്ള ഹീറോയൊക്കെയാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾ അത് തന്നെ ഫോളോ ചെയ്യും. ലൈക്ക് പിന്നെ അതുപോലെ സൂപ്പർ ഹീറോസ്, ഇപ്പൊ സ്പൈഡർമാൻ അങ്ങനെയൊക്കെയുള്ളത്, ഈ സ്പൈഡർ വന്ന് എന്നെ കടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് സ്പൈഡറിനെ പോലെ ആവണം, ആ ഒരു രീതിയിലേക്കുള്ളൊരു അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പറക്കാൻ പോണതും അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് റിയൽ അല്ല, ഇറ്റ്സ് അൺറിയൽ എന്നുള്ള ഇത് അവരെ മനസ്സിലാക്കിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ മോൻ വായിച്ച ബെസ്റ്റ് സെല്ലേഴ്സ്, അവർ ചിലപ്പോ ബുക്ക് വിറ്റ് പോകാൻ എക്സാജറേറ്റ് ചെയ്ത് പൊടുപ്പും തൊങ്ങലും വെച്ചിട്ടൊക്കെ എനിക്ക് എഴുതിയിട്ടുണ്ടാവുക, അത്രയും എക്സാജറേറ്റ് ചെയ്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അവരുടെ ബുക്ക് വിറ്റ് പോവുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം. ഈ കുട്ടി അത് വായിച്ച് അത് ഫോളോ ചെയ്ത് അതിനങ്ങ് അഡിക്ഷൻ ആയി പോയിരുന്നു. പിന്നെ ഞാൻ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് പഠിക്കണേന്ന് വിചാരിച്ചത്. ഇത് അതുപോലെ തന്നെ മറിയം മോണ്ടിസോറിക്ക് കുട്ടികളെ ഫാന്റസിയുമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. കാരണം കെട്ടുകഥകൾ അങ്ങനെയുള്ളത്, മിത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്, റിയൽ ഹീറോസിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മറിയം മോണ്ടിസോറി. പിന്നെ കുട്ടികളുടെ ഇമാജിനേഷൻ, ഫസ്റ്റ് പീരീഡിലും അവരുടെ ഇമാജിനേഷൻ നല്ല പ്രോഗ്രസ് ആയിരുന്നു. ഈ ഒരു പീരീഡിലും നല്ല രീതിയിൽ തന്നെ അവരുടെ ഇമാജിനേഷൻ വരും. ഈ ഇമാജിനേഷനും ഫാന്റസിയും കൂടെ കണക്റ്റഡ് ആകരുത് എന്നാണ് മറിയം മോണ്ടിസോറി പറഞ്ഞത്. കാരണം കുട്ടികൾ ഇമാജിൻ ചെയ്തൊരു വേൾഡിലേക്ക് പോകാതെ അവരുടെ ഇമാജിനേഷൻ കറക്റ്റ് ആയിട്ട് അവർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിലേക്ക് അവരെ കണക്ട് ചെയ്യണം ആ ഒരു രീതിയിൽ. ഇപ്പൊ ലൈക്ക് ഇമാജിൻ ചെയ്ത് എന്തെങ്കിലും ഡ്രോ ചെയ്യാനാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുക, ഇമാജിൻ ചെയ്ത് എന്തെങ്കിലും മോഡൽസ് ഉണ്ടാക്കാനാണെങ്കിൽ. അതേസമയം ഇമാജിനേഷൻ ഒരു ഫാന്റസി വേൾഡിലേക്ക് കുഞ്ഞിനെ ആക്കരുത്. ഫാന്റസി വേൾഡിലേക്ക് കുട്ടികൾ പോകാൻ പല കാരണങ്ങളുണ്ട്. അവരെവിടെയെങ്കിലും ഒന്ന് ഫെയിലിയർ ആവുമ്പോൾ അവരൊന്നൊരു ഫാന്റസി വേൾഡ് ആക്കി അതിനകത്ത് ആകും. പിന്നെ വീട്ടിലെ സിറ്റുവേഷൻ, കുട്ടിക്ക് ശരിയായ രീതിയിലുള്ള കെയറിങ്, ലവ്, അഫെക്ഷൻ ഒന്നും വീട്ടിൽ കിട്ടുന്നില്ല, വീട്ടിലെ സിറ്റുവേഷൻ അതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്, പാരന്റ്സ് തമ്മിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ കുട്ടി ഒരു എന്താ സമാധാനത്തിന് വേണ്ടിയിട്ടൊരു ലോകം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ആകും. അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് പീരീഡിൽ പറഞ്ഞ 6 to 12 years. ഇനി തേർഡ് പീരീഡ് ആണ്. അപ്പൊ തേർഡ് പീരീഡും ഫോർത്ത് പീരീഡും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന നിങ്ങളൊന്ന് റീഡ് ചെയ്തിട്ട് വരും. സോ നാളെ നമ്മൾ ഇത് പ്രാക്ടിക്കൽ സെഷന് 10:30 പ്രാക്ടിക്കൽ സെഷന് കാണും. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് തരും. തന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോ നാളെ മോർണിംഗ് ആയിരിക്കും. ആസ് യൂഷ്വൽ നിങ്ങളുടെ 1:30 ക്ലാസ് ഉണ്ടാവും. ജോബ് സാർ റൈറ്റ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, മിസ് എഡ്യൂക്കേഷൻ കൗൺസിലർ ആണോ? കൗൺസിലിംഗ് അങ്ങനെ എന്തെങ്കിലും ആണോ? ഞാൻ എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയല്ല. ഞാൻ ശരിക്കും സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. കുട്ടികളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ കൗൺസിലിംഗ് സെഷൻസ് വെക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ടൈം കിട്ടില്ല. നമുക്ക് അത് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ടൈം തന്നെ വേണം. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേഴ്സണലി വളരെ ഫാമിലി കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ റിക്വസ്റ്റ് ചെയ്ത് വരുന്നവരാ. വേറെ എവിടെയും പോവാൻ അവർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലമോ അല്ലെങ്കിൽ അവർക്ക് വേറൊരാളുടെ കാണാനും താല്പര്യമില്ല, അങ്ങനെ വന്നവരെ ഞാൻ അങ്ങനെ ഉപേക്ഷിക്കാറില്ല. അവർക്കൊരു ടൈം സ്ലോട്ട് കൊടുക്കും. പക്ഷെ അല്ലാതെ നമുക്ക് ക്ലാസ്സസ് ഉള്ളത് കാരണം ടൈം കറക്റ്റ് ചിലപ്പോൾ സൗകര്യത്തിനുള്ള ടൈം കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പിന്നെ ചിലരെന്നാൽ അത് വേണ്ട, എനിക്ക് ഫോണിലൂടെ സംസാരിച്ചാൽ മതി, അങ്ങനെ വിളിക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാതെ അഡോളസന്റ് ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. അത് വീക്കിലി വൺസ് ഒരു സ്കൂളിൽ പോകുന്നതാണ്, അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. എനിക്ക് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. അത് ഞാൻ ഇനി വിളിച്ചോളാം എപ്പോഴെങ്കിലും. മിസ് ഒരു കാര്യം കൂടി, ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ടത് ഈ വൈവേയുടെ മുമ്പേ ആണെന്നല്ലേ മിസ് പറഞ്ഞത്? വൈവേയുടെ ടൈമിൽ ചോദിക്കുന്നല്ലേ? അപ്പൊ ഈ ജനുവരിയിലൊക്കെ പോകാന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ എക്സാമും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പം അതൊരു പ്രശ്നമാവും. എക്സാം എന്തായാലും ജനുവരി തന്നെ ആയിരിക്കും ഉണ്ടാവുക.
ഈ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ജനുവരി മിഡൊക്കെ ആവുമ്പോ, പിന്നെ ജനുവരി എന്നൊക്കെ പറയുമ്പോൾ ചില സ്കൂളിലൊക്കെ ആനുവൽ ഡേ ഒക്കെ ആയിരിക്കും, ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുമ്പോ അല്ലേ? ഡിസംബറിൽ പിന്നെ എക്സാമും ലീവും ക്രിസ്മസ് ഹോളിഡേസ് ഒക്കെ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ജനുവരി ആണ് ഇനി പോവാൻ പറ്റുക. വൈവയ്ക്ക് ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് നമ്മൾ കമ്പൽസറി ആയിട്ട് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ളവരുണ്ടാകും. ഹെൽത്ത് ഇഷ്യൂസ്, വീട്ടിൽ വേറെ ആരുമില്ല, പ്രഗ്നൻസി, ഡെലിവറി, അങ്ങനെയൊക്കെ പല ഇഷ്യൂസും നമുക്ക് വരും അല്ലെ. അപ്പൊ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ഇപ്പൊ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ നിങ്ങൾ ധൃതി പിടിച്ച് വൈവയ്ക്ക് മുമ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാൻ സൗകര്യം കിട്ടുവാണെങ്കിൽ ചെയ്തോളൂ. ഇനി വൈവ ടൈമിൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് റിലേറ്റഡ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരോടും ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരോടും ചോദിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർ എന്ത് തന്നെയായാലും ഒരു ഡെമോ കാണിക്കണം. ഒരു ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യും, കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യും, ഇപ്പൊ ഒരു ക്ലാസ് റൂം പോലെ വിചാരിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കണം. അതാണ് വൈവയില് പോകാത്തവരോട് നമ്മൾ ചോദിക്കുന്നത്. പോയില്ല എന്ന് കരുതി നിങ്ങളുടെ മാർക്കൊന്നും ഒത്തിരി ലോ ഒന്നും ആയി പോകില്ല. ആ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് തന്നെ പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മൾ കോഴ്സിൽ നമ്മൾ മാൻഡേറ്ററി എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് ചെയ്യണം എന്നുള്ളതുണ്ട്. അത് നിങ്ങൾ സൗകര്യപൂർവ്വം ഏതൊരു ടൈമിലാന്ന് വെച്ചാൽ ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ പഠിച്ച മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിസ്സേ, നമുക്ക് സ്കൂളിലെ ഈ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടുന്ന് എന്തെങ്കിലും തരുമോ, ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അതിങ്ങനെ കുറെ പേർക്ക് സംശയമുണ്ട്. അപ്പൊ എനിക്കാണേലും സ്കൂളിൽ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ദീപ ഇപ്പൊ ഓൾറെഡി വർക്ക് ചെയ്യുമല്ലേ? അതെ അതെ. ദീപ ഇനി പ്രത്യേകിച്ച് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. കാരണം ദീപ ഞാൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെ അതെ. ഞാൻ പഠിപ്പിക്കാം, അങ്ങനെ ടീച്ചറായിട്ട് കെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വേണ്ട എന്താന്ന് വെച്ചാൽ ഏത് സ്കൂളിലാണോ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ താല്പര്യപ്പെടുന്നത് ആദ്യം പോയി അവരെ ഒന്ന് മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അവര് ഓക്കെ ചെയ്യാനായിട്ട് നമ്മൾ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ അഡ്രസ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യാം. നിങ്ങളുടെ PRO കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സ്കൂളിൽ എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു റിക്വസ്റ്റ് ലെറ്റർ തരണം എന്ന് പറയാം. അപ്പൊ നമ്മുടെ ലെറ്റർ ഹെഡില് നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് ലെറ്റർ സോഫ്റ്റ് കോപ്പി ആയിരിക്കും അയച്ചു തരും. നിങ്ങളത് പ്രിന്റ് എടുത്തിട്ട് അത് അവിടെ കൊടുത്താൽ മതി. പിന്നെ ആ ലെറ്ററിന്റെ ഒപ്പം ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലെറ്ററിന്റെ ഒപ്പം ഒരു അറ്റൻഡൻസ് ഷീറ്റ് തരും. നിങ്ങൾ ഏതൊക്കെ ദിവസം അവിടെ പോയി എന്നുള്ളത് മാർക്ക് ചെയ്ത് അവരെ കൊണ്ടൊന്ന് ഇനീഷ്യലി ചെയ്യിക്കുന്ന ഒരു അറ്റൻഡൻസ് ഷീറ്റ് തരും. അത് കൂടാതെ ഒരു ഗ്രേഡിംഗ് ഷീറ്റ് തരും. നിങ്ങളുടെ പെർഫോമൻസിന്റെ പല പല ഏരിയാസ് ഉണ്ടാകും, ലൈക്ക് പങ്ക്ച്വാലിറ്റി, പ്രസന്റേഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതില് 9 ഔട്ട് ഓഫ് 10 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതില് അവർ മാർക്ക് ഇടും. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവരതിൽ മാർക്ക് ഇട്ട് ഒരു സൈനും സീലും ചെയ്തു തരും. പിന്നെ ഇതാണ് ഈ 3 പേപ്പറുകളാണ് നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. മിസ്, ഞാൻ ഇന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു PRന്റെ അടുത്ത് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ഈ ഫസ്റ്റത്തെ ആ ഒരൊറ്റ ഷീറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 2 മിസ് പറഞ്ഞ PRോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാൻ എല്ലാ ബാച്ചും. പിന്നെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് ഏകദേശം റെഡി ആയിട്ടുള്ളത്. അപ്പം അവർക്ക് സ്കൂളിന്റെ പേര് വെച്ചിട്ടല്ല വേണ്ടത്, ഫസ്റ്റ് DD ഓഫീസിലേക്കാണ് ഇത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് AEOക്ക് കൊടുത്ത് അവിടുന്ന് കൺഫേം ആയിട്ട് പ്രിൻസിപ്പൽ അടുത്തേക്ക് എത്തുക. ഓക്കെ, മനസ്സിലായി. ഇനി നമ്മൾ ഇതിപ്പോ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഒരു കഴിയുമ്പോൾ നമുക്ക് ആ സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം, എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് തരുമോ, ഞാൻ എത്ര ദിവസം, ഈ ദിവസം അല്ലെങ്കിൽ ഈ ദിവസം വരെ അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് ഞാൻ ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങില്ലേ, ഹെയർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ലെറ്റർ ഹെഡിൽ സൈനും സീലും ചെയ്തു തരും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അത് കിട്ടാത്തത് ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നാണ്. കാരണം ഇപ്പൊ പറഞ്ഞില്ലേ, അളക പറഞ്ഞ പോലെ അതിന്റെ പോയ വഴി കണ്ടു. അങ്ങനെ അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അവർ ലെറ്റർ ഹെഡിലൊന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടാറില്ല. അല്ലാതെ സ്കൂളുകളിൽ പറയുമ്പോൾ അവരത് പ്രശ്നം പറയാറില്ല, തരാറുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ടീച്ചിങ് പ്രാക്ടീസ് റിലേറ്റഡ്. പിന്നെ നമുക്ക് മാക്സിമം അവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രീഡം കിട്ടുവാണെങ്കിൽ അതും നന്നായിരിക്കും.
ചിലപ്പോൾ അവരുടെ തന്നെ പോർഷൻസ് പഠിപ്പിക്കാനായിരിക്കും തരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ടോപ്പിക്സ് കുട്ടികളിലേക്ക് എത്തിച്ചാൽ മതി. അപ്രീസിയേഷനെ കിട്ടുള്ളൂ. കാരണം അതൊരു സാധാരണ രീതിയിലുള്ള നിർബന്ധിച്ച് പഠിപ്പിക്കലൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ത്രൂ ആക്ടിവിറ്റീസ് ആണ്. ഇപ്പം ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കാനാണെങ്കിൽ നമ്മളതൊരു സ്റ്റോറിയിലൂടെയോ റോൾ പ്ലേയിലൂടെയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ്ങിലൂടെയോ ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കാറുണ്ടല്ലോ. ഡു യുവർ ബെസ്റ്റ്. പറ്റും എല്ലാവർക്കും. ഓക്കെ മിസ്സേ, താങ്ക് യു. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് കാണാം 10:00. ബൈ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.